75 വർഷത്തിനിടയിലെ റെക്കോർഡ് മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടങ്ങളാണ് രാജ്യത്തുണ്ടായത്. ധീരമായ നടപടികളിലൂടെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ രാജ്യത്തിന് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ദുബായ് വിമാനത്താവളത്തിലെ സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിച്ചു. 1400 വിമാനങ്ങൾ ഒരു ദിവസം സർവീസ് നടത്തുന്നുണ്ടെന്ന് സിഇഒ പോൾ ഗ്രിഫിത്ത് അറിയിച്ചു. വിമാനത്താവളത്തിലേക്കും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. എമിറേറ്റിന്റെ മറ്റു പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഒഴിഞ്ഞു. ദുബായ് മെട്രോയിലെ റെഡ് ലൈൻ ഇരുവശത്തേക്കും സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഇക്വിറ്റി, ഓൺ പാസീവ്, മഷരിക്, എനർജി സ്റ്റേഷനുകളിൽ മെട്രോയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടാകില്ല. ഷാർജയിൽ കിങ് ഫൈസൽ സ്ട്രീറ്റ്, അൽവഹദ സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. വ്യവസായ മേഖലയിലും അൽഖാനിലുമടക്കം ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് പരിഹാരമായി. കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം അവസാനിപ്പിച്ചു. അതേസമയം സന്നദ്ധ പ്രവർത്തകരുടെ ഭക്ഷണ വിതരണം തുടരും. റോളയിൽ സൗദി പള്ളിക്ക് സമീപമുള്ള ഫീൽഡ് ഹോസ്പിറ്റലും തൽക്കാലം പ്രവർത്തനം തുടരും. വാഹനങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്ന നടപടികളും ഇൻഷുറൻസ് നടപടികളും തുടങ്ങിയിട്ടുണ്ട്. കൽബ മേഖലയിലെ വെള്ളക്കെട്ടിനും ശമനമായി. രാജ്യത്തെ മറ്റ് എമിറേറ്റുകളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.